അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ വരുവാണല്ലോ അല്ലേ, അടുത്തെത്താറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അച്ചാറൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം. പ്രത്യേകിച്ച് നാരങ്ങ അച്ചാർ നേരത്തെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ നാരങ്ങ ഞാനിതാ എടുത്തിട്ടുണ്ട്. ഞാനിന്നൊരു മഞ്ഞ നാരങ്ങയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ നാരങ്ങ 8ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം 2ആയിട്ട് മുറിക്കുക, പിന്നെ അതിനെ വീണ്ടും 2ആക്കുക, വീണ്ടും അതിനെ 2ആക്കുക. അങ്ങനെ ഒരു നാരങ്ങ 8 പീസാക്കി എടുക്കാം. അല്ല 4 പീസ് വേണമെങ്കിൽ എടുക്കാം, നിങ്ങളെയൊക്കെ ഇഷ്ടം പോലെയാണ് എടുക്കാം. ഞാൻ ഈ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം. ഇതാണ്ടോ കുറച്ച് കൂടുതലിട്ടുണ്ട്. ഇത്രയും നാരങ്ങ ഉള്ളത് കൊണ്ട് ഉപ്പ് നല്ലവണ്ണം ചേർക്കണം, എന്നാലേ നാരങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മാങ്ങ ഇഞ്ചി പോലെ ഉള്ള അച്ചാറല്ല, നാരങ്ങയ്ക്ക് നല്ല ഉപ്പ് ചേർത്താലേ ടേസ്റ്റ് വരത്തുള്ളൂ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇച്ചിരി കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത്രയും എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് മുളക് പൊടി ചേർക്കണ്ടല്ലോ, അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതലെടുത്തത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ വീഡിയോയിലെല്ലാം ചട്ടിയാണ് ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അലൂമിനിയം പാത്രത്തിൽ ചീനച്ചട്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാവുന്നുള്ളത് കൊണ്ട് ചട്ടിയാകുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. കടുകിട്ടിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവയും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എല്ലാം ഏകദേശം ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി അതിലോട്ടിടാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. വെളുത്തുള്ളിയൊക്കെ ഇത്ര വലുതായിട്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ 2ആയിട്ട്, വലിയ അല്ലി ആണെന്നുണ്ടെങ്കിൽ അത് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന പച്ചമുളക് അങ്ങോട്ട് ഇടാം. അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയായി വരട്ടെ. ഇച്ചിരി ഒന്ന് വഴണ്ടി വരണം ഇതെല്ലാം. വെള്ള നാരങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വയ്ക്കാം, എങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതിരുന്നാൽ വെള്ള നാരങ്ങയാവാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞ നാരങ്ങയാവും, മുളക് പൊടി ഇട്ടാൽ ചുവന്ന നാരങ്ങയാവും. നമുക്ക് ഈ നാരങ്ങയിൽ തന്നെ വെറൈറ്റി ഒരു 3-4 ഐറ്റം അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇച്ചിരി കൂടുതലിടാം. ഈ സമയത്ത് ഇതെല്ലാം ഇട്ട് ഒന്ന് വഴണ്ടതിന് ശേഷം കറിവേപ്പില ഇട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ടാൽ മതി. അതൊന്ന് ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന നാരങ്ങ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ കണ്ടോ, നിറച്ച് ഉപ്പ് പിടിച്ചിരിപ്പുണ്ട്. എന്നാലേ നാരങ്ങയ്ക്കൊരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല നിറച്ച നാരങ്ങയായിട്ടുണ്ട്. ഇനി മഞ്ഞ നാരങ്ങ വയ്ക്കുന്നുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നാൽ വെള്ള നാരങ്ങ, ചുവന്ന മുളക് പൊടി ചേർത്താൽ ചുവന്ന നാരങ്ങ, തൈര് ചേർത്താൽ തൈര് നാരങ്ങ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. LG കായത്തിൻ്റെ പൊടിയാണ്. കട്ടക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറുത്തതിന് ശേഷം പൊടിച്ചിടാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5-6 മിനിറ്റ്, ഏകദേശം ഒരു 10-15 മിനിറ്റ് നാരങ്ങയ്ക്ക് വേവ് വേണമെങ്കിൽ മാത്രമേ നാരങ്ങ വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാവുന്ന ഇളക്കി നോക്കി, ചെറുതായിട്ട് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, വെന്തിട്ടില്ല, ഇനിയും വേണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ജ്യൂസ് ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കത്തില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിടാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നാരങ്ങ നല്ല വെന്ത് ചേർന്നിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം നല്ല സുന്ദരിയായിട്ട് കിടപ്പുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം. പഞ്ചസാര ഇച്ചിരി കൂടുതൽ ചേർക്കണം, മസ്റ്റാണ്. പഞ്ചസാര ചേർത്തേ പറ്റൂ. വെള്ള അച്ചാറിന് അല്ലെങ്കിൽ മഞ്ഞ അച്ചാറിന് പഞ്ചസാര മസ്റ്റാണ്. ചുവന്ന അച്ചാർ വേണമെങ്കിൽ നമുക്ക് അല്പം ശർക്കര ചേർക്കാം. പക്ഷേ ഇതിന് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അടിപൊളി നാരങ്ങ റെഡിയായിട്ടുണ്ട്. ഓണമൊക്കെ വരുന്നത് കൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ നാരങ്ങ അച്ചാറെല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇതിനൊരു 5 ദിവസത്തെ പഴക്കമെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നാരങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വയ്ക്കാം. ഒരു 5 ദിവസം തണുത്തതിന് ശേഷം കുപ്പിയിലോട്ട് മാറ്റാം. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. 5 ദിവസമൊക്കെ ആകുമ്പോൾ ഓണവും എത്തും അല്ലേ. അപ്പോൾ ഓക്കെ, നല്ല രീതിയിൽ ജ്യൂസി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.